വനഭൂമി വിനിയോഗത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിന് വിരുദ്ധമായി ഹൈക്കോടതിയിൽ ചീഫ് സെക്രട്ടറിയുടെ സത്യവാങ്മൂലം. 1 ഹെക്ടറിൽ താഴെയുള്ള ക്വാറികൾക്കും പാരിസ്ഥിതികാനുമതി നിർബന്ധം. 1977 ജനുവരി 1 മുൻപ് പട്ടയം കിട്ടിയാലും വനഭൂമിയായി തന്നെ കണക്കാക്കുമെന്ന് സത്യവാങ്മൂലം. സർക്കാർ തീരുമാനമുണ്ടായാലും സുപ്രീം കോടതി വിധി അനുസരിച്ചേ പ്രവർത്തിക്കാനാകൂ എന്നും ചീഫ് സെക്രട്ടറി. കാസർകോട് വീണ്ടും വൻ ബാങ്ക് കവർച്ച. ചെറുവത്തൂർ വിജയ ബാങ്ക് ശാഖയിൽ നിന്ന് സ്വർണമടക്കം 4 കോടി രൂപ കൊള്ളയടിച്ചു. മോഷണം ബാങ്ക് സ്ട്രോങ് റൂം തുരന്ന്. സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് ജില്ലാ പോലീസ് മേധാവി. മൂന്നാറിലടക്കം തോട്ടം മേഖലയിൽ ട്രേഡ് യൂണിയനുകളുടെ അനിശ്ചിതകാല പണിമുടക്ക് തുടങ്ങി. ദിവസക്കൂലി 500 രൂപയാക്കണമെന്ന ആവശ്യം. മൂന്നാറിലെ സ്ത്രീ തൊഴിലാളികൾ പണിമുടക്കിനില്ല. സംസ്ഥാനത്തെ തോട്ടങ്ങളിൽ സംയുക്ത തൊഴിലാളി യൂണിയനുകൾ അനിശ്ചിതകാല പണിമുടക്ക് തുടങ്ങി. പണിമുടക്കിയ തൊഴിലാളികൾ രാവിലെ എസ്റ്റേറ്റ് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. വയനാട്ടിൽ എസ്റ്റേറ്റ് ലേബർ യൂണിയൻ CITU-വും പാലക്കാട് BMS-ഉം ഒറ്റയ്ക്കാണ് സമരം നടത്തുന്നത്. സ്ത്രീ തൊഴിലാളികൾ സമരത്തിൽ നിന്ന് വിട്ടുനിന്ന മൂന്നാറിൽ ഭൂരിഭാഗം തൊഴിലാളികളും സമരത്തിൽ പങ്കെടുത്തതായി ട്രേഡ് യൂണിയനുകൾ അവകാശപ്പെട്ടു. മിനിമം കൂലിയും ബോണസും വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് സംസ്ഥാനത്തെ തോട്ടങ്ങളിൽ തൊഴിലാളികൾ സമരം നടത്തുന്നത്. തൊഴിലാളി സംഘടനകൾ സംയുക്തമായാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. വയനാട്ടിൽ ഹാരിസൺസ് മലയാളം പ്ലാന്റേഷൻസ്, AVT കൊടർ പ്ലാന്റേഷൻ എന്നിവിടങ്ങളിലും 8ഓളം ചെറുകിട എസ്റ്റേറ്റുകളിലും തൊഴിലാളികൾ പണിമുടക്കുകയാണ്. വയനാട്ടിൽ നിന്ന് എസ്റ്റേറ്റ് ലേബർ യൂണിയൻ CITU-വിന്റെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധിച്ചു. പാലക്കാട് നെല്ലിയാമ്പതിയിലും ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പണിമുടക്ക് നടക്കുകയാണ്. ട്രേഡ് യൂണിയനുകൾ ഇടുക്കിയിലെ തോട്ടം മേഖലകളിൽ സമരം ശക്തമാക്കിയിരിക്കുകയാണ്. കൊല്ലത്ത് പൊതുമേഖലയിൽ നിലനിൽക്കുന്ന തോട്ടങ്ങളായ RPL-ലും ഫാമിംഗ് കോർപ്പറേഷനിലും സമരം തുടരുകയാണ്. RPL-ന്റെ ഫാക്ടറിയും ഓഫീസുകളും തൊഴിലാളികൾ ഉപരോധിച്ചു. ആമ്പനാട് TR&T എസ്റ്റേറ്റിലെ അനിശ്ചിതകാല നിരാഹാര സമരം 13ാം ദിവസവും തുടരുകയാണ്. പത്തനംതിട്ടയിൽ ഹാരിസൺ മലയാളം പ്ലാന്റേഷന് കീഴിലെ ലാമ, കല്ലേരി, കുമ്പള എന്നിവിടങ്ങളിലും AVT പ്ലാന്റേഷന് കീഴിലെ പെരുന്നാട്, രാജഗിരു, പാലിയക്കര എന്നിവിടങ്ങളിലും പ്ലാന്റേഷൻ കോർപ്പറേഷന് കീഴിലെ കൊടുമണ്ണ്, ചന്ദനപ്പള്ളി, തണ്ണിത്തോട് എന്നിവിടങ്ങളിലും പണിമുടക്ക് നടത്തുന്നുണ്ട്. 2400ഓളം തൊഴിലാളികളാണ് പത്തനംതിട്ടയിൽ പണിമുടക്ക് നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. തോട്ടം തൊഴിലാളികളുടെ കൂലി വർധനവിൽ തീരുമാനമാകാത്തതിനെ തുടർന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ മൂന്നാറിൽ നടത്തിയ സമരത്തിൽ നിന്ന് മൂന്നാറിലെ സ്ത്രീ തൊഴിലാളികൾ വിട്ടുനിന്നു. ഇവർ പതിവ് പോലെ ഇന്നും തോട്ടങ്ങളിൽ പണിക്കിറങ്ങി. മൂന്നാറിൽ ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി നടത്തിയ പ്രതിഷേധ പ്രകടനത്തിലും ആൾബലം കുറവായിരുന്നു. സംസ്ഥാന വ്യാപകമായി തോട്ടമേഖലകളിൽ ട്രേഡ് യൂണിയനുകൾ നടത്തിയ പണിമുടക്കിന്റെ ഭാഗമായാണ് മൂന്നാറിലും പണിമുടക്കിന് സംഘടനകൾ ആഹ്വാനം ചെയ്തത്. എന്നാൽ ട്രേഡ് യൂണിയനുകൾ നടത്തിയ സമരത്തിൽ മൂന്നാറിലെ സ്ത്രീ തൊഴിലാളികൾ പങ്കെടുത്തില്ല. ഗുണ്ടുമല, സെവൻമല, പെരിയമല, നല്ലതണ്ണി തുടങ്ങിയ മേഖലകളിലെല്ലാം തൊഴിലാളികൾ ജോലിക്കിറങ്ങി. മൂന്നാറിൽ നേരത്തെ സമരം ചെയ്ത സ്ത്രീ തൊഴിലാളികൾ ട്രേഡ് യൂണിയൻ സമരത്തെ പിന്തുണയ്ക്കില്ലെന്ന് അറിയിച്ചിരുന്നു. മൂന്നാറിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് സംയുക്ത ട്രേഡ് യൂണിയൻ പ്രഖ്യാപിച്ച സമരത്തിന് വിരുദ്ധമായി തൊഴിലാളികൾ ജോലിക്കിറങ്ങിയത്. നാളെ നടക്കുന്ന 2ാം ഘട്ട ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ മാത്രമേ തങ്ങൾ സമരരംഗത്തേക്കുള്ളൂ എന്നാണ് സ്ത്രീ തൊഴിലാളികളുടെ നിലപാട്. എന്നാലും ഇത് ന്യായമായ ആവശ്യത്തിൽ തന്നെ നമ്മൾ നേരത്തെ എടുത്ത പെൺതൊഴിലാളി എടുത്ത തീരുമാനത്തിന് വേണ്ടി പോരാട്ടം. പണിമുടക്കിയ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ മൂന്നാറിൽ പ്രകടനം നടത്തി. മൂന്നാർ സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തുന്ന സമരത്തിന് സമ്മിശ്ര പ്രതികരണമാണ് ഉള്ളതെങ്കിലും നാളെ നടക്കുന്ന PLC യോഗത്തെ ഉറ്റുനോക്കുകയാണ് സ്ത്രീ തൊഴിലാളികളും ഇപ്പോൾ സമരം ചെയ്യുന്ന തൊഴിലാളികളും. മൂന്നാറിൽ നിന്നും ക്യാമറ പേഴ്സൺ വിൽസൺ കടരിക്കലിനൊപ്പം ബിജു തറയിൽ, മീഡിയ 1. മൂന്നാറിൽ സംയുക്ത തൊഴിലാളി യൂണിയൻ നടത്തുന്ന സമരം ആത്മാർത്ഥമോ അതോ അമിതാവേശമോ? ഇതാണ് ഇന്ന് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. ഇന്നെന്റെ അതിഥികളായി എത്തിയിരിക്കുന്നത് AITUC-യുടെ വയനാട് ജില്ലാ ജനറൽ സെക്രട്ടറിയും പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി അംഗവുമായ PK മൂർത്തി വയനാട് സ്റ്റുഡിയോയിൽ നിന്ന് തത്സമയം ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. ഒപ്പം തന്നെ INTUC-യുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ്, INTUC നിയോഗിച്ച മൂന്നാർ സമരാന്വേഷണ സമിതിയുടെ ചെയർമാൻ കൂടിയായ ഫിലിപ്പ് ജോസഫ് കോട്ടയം സ്റ്റുഡിയോയിൽ, ഒപ്പം ഡൽഹി നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയിലെ സീനിയർ ഫെല്ലോ ആയ ഡോക്ടർ രവിരാമൻ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. അദ്ദേഹം തോട്ടം മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് സംബന്ധിച്ച് ആധികാരികമായി പഠനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ രവിരാമൻ. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ടാകും. ഒപ്പം മൂന്നാർ സമരസമിതിയുടെ മുൻനിര നേതാക്കളായ ഇന്ദ്രാണിയും ഗോമതിയും ടെലിഫോൺ ലൈനിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ടാകും. ശ്രീ PK മൂർത്തി, തൊഴിലാളി യൂണിയനുകളെ മറികടന്നുകൊണ്ട് തൊഴിലാളികളുടെ ശബ്ദമുയർത്തിയ ഒരു പുതുനാമ്പുകൾ രൂപപ്പെട്ട മൂന്നാറിലെ സ്ഥിതിവിശേഷം
ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള സംഘടനയാണ് താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന AITUC. പക്ഷേ ഇന്ന് മൂന്നാറിലെ തൊഴിലാളികളെല്ലാം തന്നെ, സ്ത്രീ തൊഴിലാളികളെല്ലാം തന്നെ പതിവ് പോലെ അവർ പണിക്കിറങ്ങി. നിങ്ങളുടെ സമര പ്രഖ്യാപനം അവർ തെല്ലും വകവെച്ചില്ല എന്നർത്ഥം. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു? നിങ്ങളുടെ ആവശ്യങ്ങൾ നാളെ ഒരു ദിവസത്തിനപ്പുറത്തേക്ക് സമരത്തെ കൊണ്ടുപോകുന്ന തരത്തിലുള്ളതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇത് 2015 ജനുവരി 1 മുതൽ പുതിയ കൂലി ലഭ്യമാക്കേണ്ടതാണ്. അതിനാവശ്യമായ ചർച്ചകൾ 6 മാസത്തിനകം തുടങ്ങണമെന്ന് പഴയൊരു കരാർ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അത്തരം കരാറുകളൊന്നും നടപ്പിലാക്കാതെ കേരളത്തിലെ തോട്ടം വ്യവസായത്തെ സംബന്ധിച്ചിടത്തോളം, കൂലി വർധനയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 8 ചർച്ചകൾ പരാജയപ്പെട്ടു. 9ാമത് ചർച്ചയാണ് 26-ാം തീയതി തിരുവനന്തപുരത്ത് ചേർന്നത്. വളരെ ക്രൂഷ്യലായ ചർച്ചയായിരുന്നു. ആ ചർച്ചയിൽ പോലും തീരുമാനമുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ഒരു ദിവസം 24 മണിക്കൂർ നീട്ടിവെക്കുന്നതുകൊണ്ട് വലിയ അത്ഭുതങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ തൊഴിലാളികളുടെ വികാരം, ആ വികാരം കണക്കിലെടുത്തുകൊണ്ടാണ് 28-ാം തീയതി അനിശ്ചിതകാല പണിമുടക്കം നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. പിന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ മൂന്നാറിൽ വൈകുന്നേരങ്ങളിൽ ചാനലുകളിൽ പോയ വാർത്ത 90% തൊഴിലാളികളുടെ പണി മുടക്കിയെന്നാണ്. 361 പേരാണ് ആ എസ്റ്റേറ്റിൽ ജോലിക്ക് ഇറങ്ങിയതെന്ന് അവിടെ നിന്നുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് ശേഖരിക്കാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ മൂന്നാറിൽ ഉണ്ടായി എന്ന് പറയുന്ന ഏറെ ഒരു വലിയ മുന്നേറ്റം, ആ മുന്നേറ്റം ട്രേഡ് യൂണിയനുകളിലേക്ക് വന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ശ്രീ മൂർത്തി, താങ്കൾ ചാനലുകളിൽ പോയ വാർത്തയെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഇന്നത്തെ പത്രങ്ങളിലും മറ്റു മാധ്യമങ്ങളിലും വന്ന ഒരു വാർത്ത, അവർ പണിക്കിറങ്ങുന്നത് തടയാനും നിങ്ങളുടെ സമരം വിജയിപ്പിക്കാനും വേണ്ടി സ്ത്രീ തൊഴിലാളികളുടെ ഭർത്താക്കന്മാർക്ക് മദ്യം ഉൾപ്പെടെ കൊടുത്ത് അവരെ വശത്താക്കാൻ വേണ്ടി ട്രേഡ് യൂണിയനുകൾ ശ്രമിച്ചു. വീടാന്തരം കയറി ഇവരെ ബ്രെയിൻ വാഷ് ചെയ്ത് ഒപ്പം നിർത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചു എന്നൊരു വാർത്ത കൂടി ഉണ്ടായിരുന്നു. അതും താങ്കളുടെ ശ്രദ്ധയിൽ ഉണ്ടായിട്ടുണ്ടാകും. ഇല്ല, എന്റെ ശ്രദ്ധ വന്നിട്ടില്ല. അല്ല, ഞാൻ പറയുന്നത് അവിടെ ട്രേഡ് യൂണിയനുകൾ നടത്തുന്ന പണിമുടക്കം വിജയിപ്പിക്കാൻ തൊഴിലാളികളുടെ വീടുകളിൽ തൊഴിലാളി നേതാക്കന്മാർ അവിടുത്തെ ഡിവിഷൻ ഭാരവാഹികൾക്ക് പോകുന്നത് സാധാരണയാണ്. അത് ചെയ്തിട്ടുണ്ടാവും. ശരി ശ്രീ മൂർത്തി, നാളത്തെ ചർച്ചയിലും തീരുമാനമൊന്നും ഉണ്ടാകില്ല അനുകൂലമായി എന്നൊരു മുൻവിധിയിൽ താങ്കൾ എങ്ങനെ എത്തി? പ്രത്യേകിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ അദ്ദേഹത്തെ കണ്ട മൂന്നാർ സമരസമിതിയിലെ 5 സ്ത്രീ തൊഴിലാളികൾക്ക് അദ്ദേഹം കൊടുത്തിട്ടുള്ള ഉറപ്പ്, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് അദ്ദേഹം വാക്കാൽ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ, ഇതെല്ലാം നിലനിൽക്കുമ്പോൾ നാളെ ഒരു ദിവസത്തേക്ക് കൂടി നിങ്ങൾക്ക് കാത്തിരിക്കാമായിരുന്നു. നിങ്ങൾ എന്തിന് ഈ ദിവസത്തിൽ ഇപ്പോൾ സ്ത്രീ തൊഴിലാളികൾ പറഞ്ഞു ഞങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണ്, അവിടെ എന്തിന് യൂണിയൻ ഒരു അമിതാവേശം കാണിച്ചു? മൂന്നാറിലെ 10,000-ഓളം അധികം തൊഴിലാളികളുടെ കാര്യം മാത്രമല്ല നിങ്ങൾ സംസാരിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് കേരളത്തിൽ ശിഷ്ടം തരുന്ന 1.5 ലക്ഷത്തോളം 2 ലക്ഷത്തിനടുത്ത് വരുന്ന തൊഴിലാളികളുടെ കാര്യം എന്താ അറിയാണ്ട് പോകുന്നത്? ഞങ്ങളല്ല അറിയാതെ പോയത്, താങ്കൾ പ്രതിനിധാനം ചെയ്ത യൂണിയനുകളാണ് അറിയാതെ പോയത്. ഹാരിസൺ പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ ലാഹ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ, ഒരു മിനിറ്റ് ശ്രീമൂർത്തി, ഹാരിസൺ പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ ലാഹ എസ്റ്റേറ്റിലുള്ള തൊഴിലാളികൾ അവരുടെ ലയങ്ങൾ, അവർ കഴിയുന്ന ലയങ്ങൾ താങ്കൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. കൊല്ലം അമ്പനാട്ട് TRNT എസ്റ്റേറ്റിലെ തൊഴിലാളികൾ ഏത് അവസ്ഥയിലാണ് കഴിയുന്നതെന്ന് താങ്കൾ കണ്ടു കാണുമല്ലോ. കോട്ടയം, തൃശൂർ, വയനാട്, ഇടുക്കി, പത്തനംതിട്ട ഹാരിസൺ മലയാളം പ്ലാന്റേഷനിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ എത്രത്തോളം ദുരവസ്ഥയിലാണ് അവരുടെ ലയങ്ങൾ, ഏത് തരത്തിലാണ് ഓരോ ദിവസവും അവർ തള്ളി നീക്കുന്നത് താങ്കൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഇതെല്ലാം ഉണ്ടായിട്ട് ഇത്ര കാലം അതൊന്നും പരിഹരിക്കാൻ കഴിയാതിരിക്കുകയും മൂന്നാറിൽ ഒരു കൂട്ടം സ്ത്രീകൾ അവരുടെ അവകാശങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് അവർ വിജയത്തിനോട് അടുക്കുകയും ചെയ്യുമ്പോൾ താങ്കളുടെ യൂണിയൻ ഇത്രയും കാലം, താങ്കളുടേത് ഞാൻ താങ്കളെ മാത്രമല്ല എല്ലാ യൂണിയനുകളെയുമാണ് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്തു എന്ന സംശയം ബാക്കിയുണ്ട്. അതെ, തൊഴിലാളികൾക്ക് താമസ സൗകര്യം എന്ന് പറയുന്നത് 51-ലെ പ്ലാന്റേഷൻ ലേബർ ആക്ടിന്റെ പിൻബലമാണ്. 51-ലെ പ്ലാന്റേഷൻ ലേബർ ആക്ട് വന്നതിന് ശേഷം 59-ലാണ് അത് റൂൾസ് ഉണ്ടാകുന്നത്. അതിനു മുമ്പ് നമ്മൾ തൊഴിലാളികൾ താമസിച്ചിരുന്ന ലയങ്ങളെ കുറിച്ച് കൂടി നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട്. ലയങ്ങൾ എന്ന് പറയാൻ കഴിയില്ല, മറച്ച ഒരു തൊഴുത്ത് പോലുള്ള സ്ഥലത്താണ് തൊഴിലാളികൾ ഒറ്റ മുറിയിലാണ് താമസിച്ചിരുന്നത്. അവിടെ നിന്ന് ഈ ലൈൻസ് എല്ലാം കിട്ടിയത് തന്നെ വളരെ നന്നായി നടത്തിയ പോരാട്ടത്തിന്റെ ഫലമാണ്. ശരി, ഈ കഴിഞ്ഞ PLC യോഗത്തിൽ ശ്രീമൂർത്തി, ഈ കഴിഞ്ഞ PLC യോഗത്തിൽ ലയങ്ങളുടെ ശോചനീയാവസ്ഥ പരിഹരിച്ച് 2 മുറികളാക്കാൻ തീരുമാനമായിട്ടുണ്ടോ? ആശുപത്രികളിൽ സ്കാനിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൊടുക്കാം, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്താം എന്നെല്ലാമുള്ള തീരുമാനങ്ങളായിട്ടുണ്ടോ?
അതെ, അതിൽ 2 നിർദ്ദേശങ്ങൾ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അത് 2 ബെഡ്റൂമുകളുള്ള വീടുകൾ നിർമ്മിച്ചു കൊടുക്കാം, പുതിയത് നിർമ്മിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ താൽക്കാലികമായി ഇപ്പോഴുള്ളത് ആൾട്ടർ ചെയ്ത് കൊടുക്കാം എന്നൊരു നിർദ്ദേശം മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അതൊരു തീരുമാനമായിട്ടില്ല. മറ്റത് ഞാൻ നേരത്തെ പറഞ്ഞ 51 പ്ലാന്റേഷൻ ലേബർ ആക്ട് അമെന്റ്മെന്റ് ചെയ്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ആണ് അമെന്റ്മെന്റ് ചെയ്യേണ്ടത്. ശരി, അല്ല മൂർത്തി, അപ്പോൾ നിങ്ങളുടെ സമരം ഇപ്പോൾ കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുള്ളത് 500 രൂപ ദിവസക്കൂലി എന്ന വിഷയത്തിലാണ് അല്ലേ? 500 രൂപ ദിവസക്കൂലി എന്ന വിഷയത്തിലാണ്. ഒരു സെക്കൻഡ് കൂടെ തരൂ. ഒരു സെക്കൻഡ് കൂടി. ഈ 51 ആക്ടിന്റെ പിൻബലത്തിൽ ഉണ്ടായിരുന്ന ചികിത്സാ സൗകര്യങ്ങൾ അത് സെൻട്രൽ ഗവൺമെന്റ് 2008 ഒന്നാം UPA ഗവൺമെന്റ് അമെന്റ്മെന്റ് ചെയ്തു. എന്നാൽ കഴിഞ്ഞ 2008 അമെന്റ്മെന്റ് ചെയ്തതാണ്. അത് കേരളത്തിൽ അത് റൂൾസ് ഉണ്ടാക്കിയില്ല. റൂൾസ് ഉണ്ടാക്കി ഈ സമരത്തിന്റെ എല്ലാം ഒരു പശ്ചാത്തലത്തിൽ തൊഴിലാളികൾ മുന്നേറുന്നു എന്ന് പറയുന്ന ഒരു പശ്ചാത്തലത്തിൽ, ആ പശ്ചാത്തലത്തിലാണ് 5/9/2015 ഈ സ്കാനിംഗ് ഉൾപ്പെടെയുള്ള ചികിത്സാ സൗകര്യം തൊഴിലാളികൾക്ക് സൗജന്യമായി നൽകണമെന്ന ആ അമെന്റ്മെന്റ് റൂൾസ് ഉണ്ടാക്കിയത്. അത് സെപ്റ്റംബർ 5 അത് ഗസറ്റ് വിജ്ഞാപനമായി വന്നിട്ടുണ്ട്. റൈറ്റ്. ശ്രീ ഫിലിപ്പ് ജോസഫ്, INTUC പറഞ്ഞത് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിൽ ട്രേഡ് യൂണിയനുകൾക്ക് വീഴ്ച പറ്റി. ബോണസ് 10% കുറച്ചപ്പോൾ യൂണിയൻ ശക്തമായ ഇടപെടൽ നടത്തേണ്ടിയിരുന്നു, നടത്തിയില്ല. ലയങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നില്ല എന്ന അറിയിപ്പുണ്ടായിട്ടും അധികൃതരെ അറിയിക്കാനോ അതല്ലെങ്കിൽ അതിൽ യൂണിയൻ ഇടപെട്ട് ഒരു തീർപ്പുണ്ടാക്കാനോ സാധിച്ചില്ല. ഇതൊക്കെ INTUCയുടെ നേതാക്കൾ നടത്തിയിട്ടുള്ള പ്രസ്താവനകളാണ്. താങ്കൾക്കറിയാമല്ലോ ശ്രീ ഫിലിപ്പ് ജോസഫ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ പഠിക്കുന്നതിലും അതിന് പരിഹാരം കണ്ടെത്തുന്നതിലും നിങ്ങളുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി, യൂണിയനുകൾക്ക് ഒന്നാകെ എന്ന് നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. ഇതുപോലെ നിങ്ങൾക്ക് ഒരുപക്ഷെ പശ്ചാത്തപിക്കേണ്ടി വരും ഇന്ന് നടത്തിയ സമരത്തിന്റെ പേരിലും നാളെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടാൽ. സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ ഇന്ന് നടത്തിയ സമരം ഏതാണ്ട് പൂർണ്ണ വിജയമായിരുന്നു എന്നുള്ളത് സത്യമാണ്. മൂന്നാറിലെ ഏതാണ്ട് 300 തൊഴിലാളികൾ മാത്രമാണ് സമരത്തിൽ നിന്നും വിട്ടുനിന്നത്. ആ വിട്ടുനിന്നവർ സ്ത്രീ തൊഴിലാളികളുടെ വാക്കുകൾ കേട്ട് അവർ സമരത്തിൽ നിന്ന് വിട്ടുനിന്നു. 3 ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും ട്രേഡ് യൂണിയനുകളും ആവശ്യപ്പെട്ടതനുസരിച്ച് കേരളത്തിലെ പ്ലാന്റേഷൻ മേഖലയിലെ, തോട്ടം മേഖലയിലെ ഭൂരിപക്ഷം വരുന്ന തൊഴിലാളികളും ഇന്ന് സമരത്തിനിറങ്ങി ഈ മേഖല പൂർണ്ണമായും സ്തംഭിച്ചു എന്നുള്ളത് സത്യമായ കാര്യമാണ്. അതിനകത്ത് തൊഴിലാളി യൂണിയനുകൾ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം മിനിമം കൂലി 500 രൂപയാക്കണം എന്നുള്ളത് തന്നെയാണ്. മിനിമം കൂലി 500 രൂപയാക്കണമെന്നുള്ള ആവശ്യം ഈ സ്ത്രീ തൊഴിലാളികളുടെ സമരത്തോടനുബന്ധിച്ചുണ്ടായതല്ല. കേന്ദ്ര ട്രേഡ് യൂണിയനുകളെല്ലാം നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരാവശ്യമാണ് മിനിമം കൂലി 500 രൂപയാക്കുക എന്നുള്ളത്. നമുക്കറിയാം, സെപ്റ്റംബർ 2-ാം തീയതിയിലെ പൊതു പണിമുടക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം മിനിമം കൂലി 500 രൂപയാക്കുക എന്നുള്ളതാണ്. ഇന്നലെ നടന്ന PLC യോഗത്തിൽ ഇതിനെ സംബന്ധിച്ചുള്ള ആവശ്യം തൊഴിലാളി സംഘടനകൾ മുന്നോട്ട് വയ്ക്കുകയും ഈ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാകാതെ വരികയും ചെയ്ത സാഹചര്യത്തിലാണ് എല്ലാ ട്രേഡ് യൂണിയനുകളും ഒന്നിച്ചു ചേർന്ന് ഇന്ന് പ്ലാന്റേഷൻ മേഖലയിലുള്ള ഭൂരിപക്ഷം തൊഴിലാളികളും പണിമുടക്കിന് ഏർപ്പെടണം എന്ന് പ്രഖ്യാപിച്ചത്. ഫിലിപ്പ് ജോസഫ്, തീരുമാനമുണ്ടായില്ല എന്നാണോ നമ്മൾ പറയേണ്ടത്, അതോ ഒരു സമവായത്തിലെത്താൻ കഴിഞ്ഞില്ല എന്നാണോ? അത് ആ രണ്ട് വാക്കുകൾ 2 അർത്ഥങ്ങളാണ് നൽകുന്നത്. സമവായത്തിലെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയൂ. ഒരു സമവായത്തിലെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതും തീരുമാനത്തിലെത്താൻ ഇല്ല എന്നുള്ളതും ഒരു സത്യം തന്നെയാണല്ലോ. സമവായത്തിലെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഒരു യോഗം ചേരാനിരിക്കുന്നു. അവിടെ ഇത് തീരുമാനത്തിലെത്താനോ അല്ലെങ്കിൽ ഒരു സമവായത്തിലെത്താനോ സാധിക്കുന്ന തരത്തിലുള്ളൊരു സാഹചര്യം അവിടെ അവശേഷിക്കുന്നുണ്ടായിരുന്നു. ആ സാഹചര്യത്തെ നിങ്ങൾ വിലക്കെടുത്തില്ല. മറിച്ച് നിങ്ങൾ ഈ 2 ദിവസം കൊണ്ട് ഒരു സമരം നടത്തി. നിങ്ങളുടെ സമരത്തിന്റെ ഫലം, അതിന്റെ വിജയമായാണ് നാളെ വരാൻ പോകുന്ന ഫലം എന്നും അതിന്റെ ആനുകൂല്യം നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ കരുതുന്നു. അല്ല, മിനിമം കൂലി 500 രൂപയാക്കുക എന്നുള്ളത് മൂന്നാറിലെ തൊഴിലാളികളുടെ മാത്രം ആവശ്യമല്ലല്ലോ. കേരളത്തിലെ ഏതാണ്ട് 2 ലക്ഷത്തോളം വരുന്ന തോട്ടം തൊഴിലാളികളുടെ ആവശ്യമാണ് മിനിമം കൂലി 500 രൂപയാക്കുക എന്നുള്ളത്.
അപ്പോൾ ആ ആവശ്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമവായത്തിലെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എല്ലാ തൊഴിലാളി യൂണിയനുകളും സമരത്തിലേക്ക് വന്നത്. ആ ആവശ്യം ഭൂരിപക്ഷം വരുന്ന തൊഴിലാളികളും അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഇന്ന് 99% തൊഴിലാളികളും സമരത്തിലേർപ്പെട്ടത്. അപ്പം ഗവൺമെൻറ് ഈ ആവശ്യം പൂർണ്ണമായി അംഗീകരിക്കുന്നത് വരെ ഈ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ കേരളത്തിൻ്റെ തോട്ടം മേഖലയിൽ സമരവുമായി മുന്നോട്ട് പോകാനുള്ള തൊഴിലാളി സംഘടനകൾ എടുത്ത തീരുമാനം ന്യായവും സത്യവുമാണെന്ന് ഇപ്പൊ മനസ്സിലായി കഴിഞ്ഞില്ലേ? ഡോക്ടർ രവിരാമൻ, കേരളത്തിലെ ഒന്നാകെ തോട്ടം തൊഴിലാളികളുടെ ദയനീയാവസ്ഥ രൂപപ്പെട്ടത് അവർ എല്ലാ തരത്തിലുമുള്ള ചൂഷണങ്ങൾക്ക് വിധേയരായതുകൊണ്ടാണ്. അപ്പോൾ ആ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കിടയിൽ പ്രവർത്തിച്ചു വന്ന സംഘടനകൾ, യൂണിയനുകൾ ഇതുവരെ ആത്മാർത്ഥമായ വിഷയത്തെ സമീപിച്ചില്ല എന്നാണോ അർത്ഥം? പിന്നെ എന്തുകൊണ്ടാണ് മൂന്നാറിൽ ഈ തരത്തിൽ ഒരു പുതിയ തൊഴിലാളി ശബ്ദം അവിടെ നിന്ന് ഉയരാൻ ഇടയാക്കിയത്? ഇപ്പോൾ ട്രേഡ് യൂണിയനുകൾ, സംയുക്ത ട്രേഡ് യൂണിയനുകൾ നടത്തുന്ന സമരം ആത്മാർത്ഥതയുള്ളതാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? വ്യവസ്ഥാപിത ട്രേഡ് യൂണിയനുകൾ തീർത്തും പരാജയമായിരുന്നു എന്ന അഭിപ്രായം എനിക്കില്ല. പക്ഷേ ഇപ്പോഴുള്ള ഈ സമരം ഒരു അമിതാവേശത്തിൻ്റെ ഒരു പ്രകടിത രൂപമാണോ എന്ന് സംശയിക്കുന്നതിലും തെറ്റില്ല. കാരണം ഈ ആഗോളതലത്തിൽ തന്നെ ട്രേഡ് യൂണിയനുകൾ ഒരുതരം ലെജിറ്റിമസി ക്രൈസിസ് നേരിടുന്നുണ്ട്. ആ ലെജിറ്റിമസി ക്രൈസിസ് ആണ് ഈ അടുത്ത കാലത്ത് കേരളത്തിലെ ട്രേഡ് യൂണിയനുകൾ ഏറ്റവും പ്രധാനമായും നേരിട്ടുകൊണ്ടിരുന്ന ഒരു പ്രശ്നം. അതിനെ മറികടക്കുക എന്നുള്ളത് ട്രേഡ് യൂണിയനുകളുടെ ഒരു ആവശ്യമാണ്. അത് എക്സ്പോസ് ചെയ്യപ്പെട്ടത് യഥാർത്ഥത്തിൽ അവിടെ പൊമ്പിളൈ ഒരുമയിലെ സമരക്കാരിലൂടെയാണ്. അവരാണ് യഥാർത്ഥത്തിൽ ആ പ്രശ്നത്തെ പൊതുജന മധ്യത്തിലേക്ക് കൊണ്ടുവരുന്നത്, സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു വിശ്വാസ്യത ട്രേഡ് യൂണിയനുകൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് തിരിച്ചുപിടിക്കുക എന്ന ഒരു ബാധ്യത അവർക്കുണ്ട്. അതൊരു ലെജിറ്റിമൈസ് ചെയ്യുക എന്ന ഒരു ആവശ്യം സ്വാഭാവികമായിട്ടും അവരുടെ പക്ഷത്തുനിന്നുണ്ടാവാം. അതുകൊണ്ട് അവർ ഇത്തരം സമരത്തിലേക്ക് ഇറങ്ങിയതിൽ വലിയ തെറ്റില്ലെങ്കിലും കുറെ കൂടെ സമയത്തോടുകൂടെ ഈ പ്രശ്നത്തെ സമീപിക്കാമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഉദാഹരണത്തിന് 2 ദിവസം കൂടെ സ്വാഭാവികമായും അവർക്ക് കാത്തിരിക്കാമായിരുന്നു. താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു സമവായത്തിന് വേണ്ടിയുള്ള ശ്രമം വളരെ സജീവമായി തന്നെ, വളരെ ക്രിയാത്മകമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്നുള്ള എടുത്തുചാട്ടം ആരോഗ്യകരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഈ പ്രശ്നം സജീവമായി മുന്നിലേക്ക് എത്തിച്ച തോട്ടം തൊഴിലാളി സ്ത്രീകൾ ഇതിനോട് സഹകരിക്കാതിരിക്കുന്ന സവിശേഷ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ആ അർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ഇവർക്ക് കുറെ കൂടെ ഒരു കുറച്ചുകൂടെ കാത്തിരിക്കാമായിരുന്നു എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അപ്പോൾ ഈ ഒരു ലെജിറ്റിമൈസ് ചെയ്യാനുള്ള ഒരു വെപ്രാളം, ആ വെപ്രാളത്തിനിടയിൽ സംഭവിക്കുന്ന ചില അമിതാവേശം, അത്രയൊക്കെ ഇതിനെ നമ്മൾ കാണേണ്ടതുള്ളൂ. അതിനർത്ഥം വ്യവസ്ഥാപിത ട്രേഡ് യൂണിയനുകൾ എല്ലാ കാലത്തും തെറ്റായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് ക്രിയാത്മകമായി ഒരിക്കലും ഇടപെട്ടിരുന്നില്ല എന്നൊന്നും വിശ്വസിക്കുന്നതിൽ കാര്യമില്ല. കാരണം ശരി ഡോക്ടർ രവിരാമൻ, താങ്കൾ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുമ്പോൾ തന്നെ താങ്കൾ ഒരു വാക്ക് ഉപയോഗിച്ചു, റീലെജിറ്റിമൈസ് ചെയ്യുക. റീലെജിറ്റിമൈസ് ചെയ്യുക എന്നതിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ വരുന്ന ബദൽ ശബ്ദങ്ങളെ, അല്ലെങ്കിൽ യൂണിയനുകൾക്ക് അതീതമായി ഇനി യൂണിയനുകളിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഞങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ ഇവർ പരാജയപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇവർക്ക് ആത്മാർത്ഥതയില്ല, അല്ലെങ്കിൽ അവരിൽ പലരും അഴിമതിക്കാരാണ് എന്നെല്ലാമുള്ള സംശയത്തിന്റെ പുറത്ത്, അല്ലെങ്കിൽ എന്ന ബോധ്യത്തിന്റെ പുറത്ത് എതിർ ശബ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ നിലനിൽപ്പ് തന്നെ, റീലെജിറ്റിമൈസ് എന്നത് മാറ്റി അവരുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് കൊണ്ടാണോ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ഈ അമിതാവേശം? ഒരു പരിധിവരെ അത് ആയിക്കൂടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രധാനമായിട്ടും ഈ പുരുഷ കേന്ദ്രീകൃത ട്രേഡ് യൂണിയനുകളിലൊക്കെ തന്നെ അംഗങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ, ഏറ്റവും ആക്റ്റീവായിട്ടുള്ള അംഗങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ അത് സ്ത്രീ തൊഴിലാളികളാണെന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. ഇപ്പം തോട്ടത്തിലെ തന്നെ 55-60% തൊഴിലാളികൾ സ്ത്രീ തൊഴിലാളികളാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് തന്നെയാണ് ഏറ്റവും മുൻതൂക്കം ട്രേഡ് യൂണിയനുകളിലുള്ളത്. അപ്പോൾ അവരുടെ ഒരുതരം കുതിറിമാറൽ, വ്യവസ്ഥാപിത ട്രേഡ് യൂണിയനിൽ നിന്നുള്ള കുതിറിമാറൽ സ്വാഭാവികമായും ഈ
വ്യവസ്ഥാപിത ട്രേഡ് യൂണിയനുകളെ അങ്കലാപ്പിലെത്തിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർ ആ പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നത് നമ്മൾ അംഗീകരിക്കുകയാണ് വേണ്ടത്. അത് അവരും അംഗീകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്, ഇന്നല്ലെങ്കിൽ നാളെ. അപ്പോൾ അത് തടയുക അല്ലെങ്കിൽ അതിനെ മറികടക്കാനുള്ള ഒരു ശ്രമം നടത്തുക എന്നുള്ള ഒരു ആത്മാർത്ഥത അവരുടെ പക്ഷത്തു നിന്നുണ്ട്. ആ ആത്മാർത്ഥതയുടെയും കൂടെ ഭാഗമായിരിക്കാം ഈ അമിതാവേശം എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ പി കെ മൂർത്തി, ഡോക്ടർ രവിരാമൻ നടത്തിയ ഈ നിരീക്ഷണത്തോടുള്ള താങ്കളുടെ പ്രതികരണം ആദ്യം കേൾക്കട്ടെ. അല്ല, അദ്ദേഹം പറഞ്ഞത് ഇത് ട്രേഡ് യൂണിയനുകൾ വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ സമരം നടത്തുന്നത് അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ പ്രവർത്തനം നടത്തുന്നത് വലിയ കുഴപ്പമൊന്നും സംഭവിച്ചില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാനിവിടെ യോജിക്കുന്നു. ഇവിടെ സ്വതന്ത്ര യൂണിയനുകൾ അല്ലെങ്കിൽ പെട്ടെന്നിങ്ങനെ പൊട്ടിമുളച്ചു വരുന്ന സംഘടനകൾ വയനാട്ടിലൊരു വലിയ അനുഭവമുണ്ട് ഞങ്ങൾക്ക്. ഞാൻ ആളുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. മാനന്തവാടി പാരിസൺ എസ്റ്റേറ്റില് ഒരു പെട്ടെന്നൊരാൾ അവിടെ രംഗപ്രവേശനം, പണ്ട് വയനാട്ടിലുണ്ടായിരുന്ന ആളാണ്, രംഗപ്രവേശനം ചെയ്തു. അയാൾ തൊഴിലാളികളെല്ലാം സംഘടിപ്പിച്ചു. അവിടുത്തെ എല്ലാ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളും മോശമാണെന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 2 വാർഡുകൾ ഒരൊറ്റയ്ക്ക് ജയിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹത്തെ കണ്ടില്ല. ഇപ്പം ആ ഏതൊക്കെ യൂണിയനിൽ നിന്നാണോ ആളുകൾ വന്ന് അവരൊക്കെ അത് യൂണിയനിൽ തിരിച്ചുപോയി. ഞാൻ പറയുന്നത് ഇതൊരു പ്രീസിഡന്റ് എന്നുള്ള അവസ്ഥയിലല്ല. ഇത് തൊഴിലാളികളെ അവരുടെ സാമ്പത്തികമായ ആവശ്യങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ നിലനിർത്തി സമരം ചെയ്യുക എന്ന് പറയുന്നത് ട്രേഡ് യൂണിയനുകൾ അത് അവരുടെ മുദ്രാവാക്യമായി എടുത്ത് ചെയ്യാറുണ്ട് സാധാരണയായി. പക്ഷെ അതിൽ മൂന്നാറിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെ കുറിച്ച് കുറച്ചുകൂടി പഠിക്കേണ്ടിയിരിക്കുന്നു. അത് ശരിയാണ്. താങ്കൾ നമുക്ക് വളരെ ലളിതമായ യുക്തിയിൽ കാര്യങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ പറയുന്നു അംഗീകൃതമായ ട്രേഡ് യൂണിയനുകൾ പ്രവർത്തിക്കുന്നു. താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന യൂണിയൻ AITUCയുടെ യൂണിയൻ, അവിടെ മൂന്നാറിലെ ഏറ്റവും അധികം തൊഴിലാളികൾ അംഗങ്ങളായിട്ടുള്ള യൂണിയനാണ്. ആ അംഗങ്ങളിൽ പലരും തന്നെയാണ് ഇപ്പോൾ അതിലെ സ്ത്രീ തൊഴിലാളികളാണ് ഒന്നിച്ച് ഞങ്ങൾക്ക് ഈ യൂണിയനുകളിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞ് അവരൊരു കൂട്ടായ്മ ഉണ്ടായിരിക്കുന്നത്. ലളിതമായ യുക്തി ഉപയോഗിച്ചാൽ 1 or 2 ആൾ വിചാരിച്ചാൽ ഈ ഒരു ശബ്ദമാകില്ലല്ലോ. അവരൊരു കൂട്ടമായി നിൽക്കണമെങ്കിൽ, അവരുടെ പ്രശ്നങ്ങൾ ഒന്നാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടണമെങ്കിൽ, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തന്നെ വരണം എന്നൊരു ബോധ്യം അവർക്കുണ്ടാകണമെങ്കിൽ സ്വാഭാവികമായി ഓരോരുത്തരിലും യൂണിയനിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കണം. അങ്ങനെ മാത്രമേ ഇങ്ങനൊരു കൂട്ടായ്മ ഉണ്ടാകൂ, സാധ്യമാകൂ. യൂണിയനുകളുടെ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് അവിടെ ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ. 361 പേര് കഴിച്ചിട്ട് വരുന്ന ബാക്കി വരുന്ന 10,000-ലേറെ തൊഴിലാളികൾ ഇന്ന് അവിടെ പണിമുടക്കി പ്രകടനം നടത്തില്ല. അപ്പൊ അതുമായി ഇത് കൂട്ടിക്കുഴയ്ക്കാൻ വേണ്ടി കഴിയില്ല. ഇവിടെ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക സാഹചര്യം വന്ന അവസരത്തിൽ അതിന്റെ മെസ്സേജുകൾ, ഈ ബോണസ് തീരുമാനിച്ച മെസ്സേജ് താഴോട്ട് പോകാൻ വന്നൊരു വീഴ്ച അവിടെയുണ്ട്. 10% ബോണസ് തീരുമാനിച്ചു വാങ്ങാൻ പറഞ്ഞു എന്നാണ് തൊഴിലാളികൾക്കിടയിൽ കിട്ടിയ പ്രചരണം. അത് അല്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ കുറച്ച് കാലതാമസം വന്നു. ആ വന്ന വീഴ്ചയാണ് അവിടെ തൊഴിലാളികൾക്കിടയിൽ അങ്ങനൊരു അസംതൃപ്തി വളർന്നു വരാൻ സാഹചര്യമൊരുക്കിയത്. അതിലാണ് അവിടെ ഡെവലപ്മെന്റ് ഉണ്ടായത്. അന്ന് ആദ്യം ബോണസിന്റെ മുദ്രാവാക്യമാണെങ്കിൽ രണ്ടാമത് ഒരു 500 രൂപ വേതനം വേണമെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിയുമായി തിരുവനന്തപുരത്ത് ചർച്ചയിൽ അവർ ഈ ആവശ്യം ഉന്നയിച്ചു, തൊഴിൽ മന്ത്രിയോട് ഉന്നയിച്ചു. തൊഴിൽ മന്ത്രിയും പറഞ്ഞു 500 രൂപ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായ കാര്യമാണ്, തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആ പൈസ വേണം. മുഖ്യമന്ത്രിയും പറഞ്ഞു. അപ്പോൾ രണ്ടുപേരും പറഞ്ഞ സാഹചര്യത്തിൽ പിന്നെ 500 രൂപ അങ്ങ് സമ്മതിച്ചാൽ മതി. ഗവൺമെന്റിന് ഇക്കാര്യത്തിലൊക്കെ ഒട്ടേറെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാറുണ്ട്. ഇപ്പൊ ഈ 9 മാസമായി കൂലിയുടെ ചർച്ച നടക്കും. ആ നടക്കുന്ന ചർച്ചകളിലൊന്നും തന്നെ ഒരു തീരുമാനത്തിലെത്തിക്കാനുള്ള ഒരു നീക്കം അവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. 5 രൂപയാണ് അടിസ്ഥാന ശമ്പളത്തിൽ, 82 രൂപ 63 പൈസയാണ് തേയിലത്തോട്ടം തൊഴിലാളികളുടെ അടിസ്ഥാന ശമ്പളം. ബാക്കി 140 രൂപ 67 പൈസ എന്ന് പറയുന്നത് DA ആണ്. ഈ അടിസ്ഥാന ശമ്പളത്തിൽ 5 രൂപയുടെ വർധനവ് കൊടുക്കാമെന്ന് പറയുന്നത് കേരളത്തിലെ തൊഴിലാളികളോട് കാണിക്കുന്ന ഒരു വലിയ എന്താ പറയാ, അവരെ കൊഞ്ഞനം കുത്തുന്ന രീതിയിലല്ലേ. ആ രീതിയിലാണ് നാലുപേരും സംസാരിച്ചത്. നമ്മൾ ഓണത്തിന് മുമ്പ് കൃഷി വകുപ്പിന്റെ കീഴിലുള്ള പ്ലാന്റേഷൻ കോർപ്പറേഷൻ, റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ, ഫാമിംഗ് കോർപ്പറേഷൻ, ഇവിടെയൊക്കെ ഇടക്കാലാശ്വാസം കൊടുക്കാൻ വേണ്ടി തീരുമാനമെടുത്തു. ട്രേഡ് യൂണിയൻ പ്രതിനിധികളും മന്ത്രിമാരെല്ലാം കൂടി ചേർന്ന് തീരുമാനമെടുത്തു. ആ തീരുമാനത്തെ അടക്കം ക്യാബിനറ്റ് റിജക്ട് ചെയ്യേണ്ടായി. ഞാൻ പറയുന്നത് അപ്പോൾ പ്രശ്നം പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് അങ്ങനെ ഒരു ഇടക്കാല വർധന കൊടുത്തിരുന്നെങ്കിൽ സ്വകാര്യ മേഖലയിലെ തൊഴിലാളികളെ കൂടി ഈ വിഷയം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്താൻ വേണ്ടി കഴിയുമായിരുന്നു. അതും ക്യാബിനറ്റിൽ വെച്ചിട്ട് അത് തള്ളുക ഉണ്ടായത്. ഫിലിപ്പ് ജോസഫ്, ഈ സർക്കാർ തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ ആത്മാർത്ഥത പുലർത്തുന്നില്ല എന്നതാണ് PK മൂർത്തിയുടെ ആക്ഷേപം. ഒപ്പം തന്നെ ഇത്തരം യോഗങ്ങളിലെല്ലാം
കമ്പനി ഉടമസ്ഥർ നിരന്തരം പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ നഷ്ടത്തിലാണ്, ഉൽപാദനം വർദ്ധിപ്പിക്കാതെ കൂലി കൂട്ടാൻ സാധിക്കില്ല, കൂടുതൽ സമയം അവർ ജോലി ചെയ്യേണ്ടി വരും, കൂടുതൽ സമയം അവരുടെ അധ്വാനം ഉണ്ടെങ്കിൽ മാത്രമേ ഉൽപാദനം കൂടുകയുള്ളൂ, അപ്പോൾ മാത്രമേ കൂലി കൂട്ടാൻ സാധിക്കുള്ളൂ എന്നാണ്. ഇനി ഈ പറയുന്നത് ഇന്നിപ്പോൾ ഈ സമരത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന തൊഴിലാളികൾ അല്ലെങ്കിൽ അവർ അംഗീകരിക്കാൻ തയ്യാറായാൽ ഒരുപക്ഷെ 500 രൂപ മിനിമം കൂലി എന്നത് എളുപ്പത്തിൽ സാധ്യമാകാൻ പോകുന്ന ഒരു പ്രശ്നമാണ്, സാധ്യമാകാൻ പോകുന്ന ഒരു കാര്യമാണ്. ഇതിൽ അത്തരമൊരു സാധ്യത നിങ്ങൾ കാണുന്നുണ്ടോ നാളെ? അല്ല, നമുക്ക് തീർച്ചയായിട്ടും മിനിമം 500 രൂപ കൂലി ലഭിക്കാതെ ഇന്ന് എല്ലാ ട്രേഡ് യൂണിയനുകളും ആരംഭിച്ചിരിക്കുന്ന സമരം അവസാനിപ്പിക്കുന്ന പ്രശ്നമില്ല. ഇവിടെ പറഞ്ഞതുപോലെ ബോണസിന്റെ വിഷയം പറഞ്ഞു. ഓഗസ്റ്റ് 22-ാം തീയതിയാണ് മൂന്നാറിൽ കമ്പനി മാനേജ്മെന്റ് യോഗം വിളിച്ചു കൂട്ടിയത്. ആ യോഗത്തിൽ വെച്ച് കമ്പനി മാനേജ്മെന്റ് പറഞ്ഞു, കഴിഞ്ഞ വർഷം 19% ബോണസ് തന്നു എങ്കിലും ഈ വർഷം 10% കൂടുതൽ ബോണസ് നൽകാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് 10% കൊണ്ട് നിങ്ങൾ സമ്മതിക്കണം എന്ന് പറഞ്ഞപ്പോൾ തൊഴിലാളി യൂണിയനുകൾ പറഞ്ഞു അത് നടക്കില്ല, കഴിഞ്ഞ വർഷം കിട്ടിയ ബോണസിനേക്കാൾ കൂടി 20% ബോണസ് കിട്ടണമെന്ന് പറഞ്ഞു. അവരത് നടക്കില്ല എന്ന് പറഞ്ഞു, മാനേജ്മെന്റ് പറഞ്ഞു. ഇവിടെ ഈ മാനേജ്മെന്റ് പറഞ്ഞ 10% ബോണസ് എന്ന് പറയുന്നത് തൊഴിലാളി നേതാക്കന്മാർ സമ്മതിച്ചു എന്നുള്ള പ്രചരണം വന്നതുകൊണ്ടാണ് തൊഴിലാളികൾ അസ്വസ്ഥമായത്. ആ സംഭവം ഇവിടെ പറഞ്ഞതുപോലെ ബോണസിന്റെ വിഷയത്തിലുണ്ടായ ഒരു സംശയമാണ് മൂന്നാറിലെ തൊഴിലാളികൾ പ്രത്യക്ഷ സമരത്തിലേക്ക് വന്നത് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ആ സത്യം ആരും തള്ളിക്കളയുന്നില്ല. തൊഴിലാളി യൂണിയൻ നേതാക്കന്മാർക്കും ചില വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്. ആ വീഴ്ച തിരുത്തി ഇന്ന് സമരത്തിലേക്ക് ഭൂരിപക്ഷം വരുന്ന തൊഴിലാളികളും വന്നിരിക്കുന്നു എന്നുള്ളത് ആരും കാണാതെ പോകുന്നത് ശരിയല്ല. ഇന്ന് വെറും 360 തൊഴിലാളികൾ മാത്രം, ഈ തൊഴിലാളികൾ മാത്രമാണ് സമരത്തിൽ നിന്ന് വിട്ടു നിന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ രവിരാമൻ, ഇപ്പോൾ ഈ സംയുക്ത തൊഴിലാളി യൂണിയൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്, അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ, കുറഞ്ഞ വേതനം 500 രൂപയാക്കുക, പ്ലാന്റേഷൻ ലേബർ ആക്ട് നടപ്പാക്കുക, ചികിത്സാ സൗകര്യം മെച്ചപ്പെടുത്തുക, ESI സംവിധാനം നടപ്പാക്കുക, ഇതിൽ ലയങ്ങളുടെ ശോചനീയാവസ്ഥ പരിഹരിച്ച് 2 മുറികളാക്കാനും ആശുപത്രികളിൽ എല്ലാവിധത്തിലുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പാക്കാനും ആരോഗ്യ ഇൻഷുറൻസ് കൊണ്ടുവരാനും എല്ലാമുള്ള ധാരണ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി മിനിമം 500 രൂപ കൂലി എന്ന ആവശ്യമാണ് ബാക്കി നിൽക്കുന്നത്. ഇതിനപ്പുറം അവരുടെ ജീവിതാവസ്ഥയിൽ മാറ്റം വരുത്താവുന്ന തരത്തിൽ തൊഴിലാളികൾ നേരിടുന്ന ഭൗതികമായ പ്രശ്നങ്ങൾ, അവർ നേരിടുന്ന മറ്റ് പ്രയാസങ്ങൾ, അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ, ഇങ്ങനെ തുടങ്ങി അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാവുന്ന രീതിയിൽ സമഗ്രമായ ഒരു തൊഴിലാളി പാക്കേജ് എന്ന നിലയ്ക്ക് വിഷയം അവതരിപ്പിക്കാൻ ട്രേഡ് യൂണിയനുകൾക്ക് സാധിക്കുന്നുണ്ടോ? അവർ ആ തരത്തിൽ ഈ പ്രശ്നത്തെ സമീപിക്കുന്നുണ്ടോ? അത്തരം ചില റിഫ്ലക്ഷൻസ് തൊഴിലാളി യൂണിയനുകളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ തന്നെ മിസ്റ്റർ PK മൂർത്തിയും മിസ്റ്റർ ഫിലിപ്പ് ജോസഫും പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട ചില വസ്തുതകളുണ്ട്. അതായത് പക്ഷേ അവരും അതിൻ്റെ മറ്റൊരു ഡയമെൻഷൻ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന അർത്ഥത്തിലാണ് ഞാനിത് പറഞ്ഞു തുടങ്ങുന്നത്. അതായത് തോട്ടങ്ങളിൽ 2 തരത്തിലുള്ള ആബ്സെൻസസ് ആണുള്ളത്. ഒന്ന് സ്റ്റേറ്റിൻ്റെ ആബ്സെൻസ്, മറ്റൊന്ന് ട്രേഡ് യൂണിയൻ്റെ ആബ്സെൻസ്. ട്രേഡ് യൂണിയൻ്റെ ആബ്സെൻസിനെ എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ആര്? നമ്മുടെ ഈ പറയുന്ന പെൺവിളി ഒരുമയെന്ന് പറയുന്ന തൊഴിലാളികൾ. സ്റ്റേറ്റ് ആ അർത്ഥത്തിൽ മിസ്സിംഗ് ആണ്. ഒരു ആബ്സെൻ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു മിസ്സിംഗ് സ്റ്റേറ്റ് എന്ന രീതിയിൽ നമുക്ക് തീർച്ചയായിട്ടും കാണാവുന്നതാണ്. വളരെ പ്രാധാന്യത്തോടുകൂടി പരിഹരിക്കേണ്ട ഒരു പ്രശ്നമാണത്. സ്റ്റേറ്റ് കുറേ കൂടെ ക്രിയാത്മകമായി ഇടപെടേണ്ട ഒരു വിഷയമാണിതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം ഈ 500 രൂപ അവർക്ക് ലഭ്യമാക്കുക എന്നത് സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് നടക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷെ നമ്മളൊരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, തോട്ടമുടമകൾ അത്തരമൊരു ആവശ്യം പൂർണ്ണമായും അംഗീകരിക്കുമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ സ്വാഭാവികമായും ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ടി വരും. അവിടെ നാം മനസ്സിലാക്കേണ്ടത് വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്കാണ്. ആ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുക എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് സ്റ്റേറ്റ് കുറേ കൂടെ ക്രിയാത്മകമായി രംഗത്തേക്ക് വരിക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ വേതനത്തിൻ്റെ മുകളിൽ തൊഴിലാളി കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നത് എന്ന ചോദ്യം നാം അന്വേഷിക്കേണ്ടതുണ്ട്.
അത് നിത്യേനയുള്ള ചെലവിൻ്റെ മാത്രം പ്രശ്നമല്ല, മറിച്ച് നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയ്ക്ക് വളരെയധികം ചെലവ് അവർക്ക് ആവശ്യമുണ്ടാകുന്നുണ്ട്. ഒരു രീതിയിലുള്ള പെൻഷൻ പദ്ധതിക്കും അവർ അർഹരല്ല. നമ്മളൊക്കെ നാണം കെടുന്ന രീതിയിലുള്ള ചില സംഭവങ്ങളാണ് അവിടെ നടക്കുന്നത്. ഉദാഹരണത്തിന് ഞാൻ മനസ്സിലാക്കുന്നത് കേരള വെൽഫെയർ ഫണ്ട് ബോർഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെന്നാണ്. അത് തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം നിർജ്ജീവമാണ്, അത് ജീവനില്ലാത്ത. ഞാനൊന്ന് ഇടപെടട്ടെ. മൂന്നാർ സമരസമിതിയുടെ അന്തോണി ദാസ് ടെലിഫോൺ ലൈനിലുണ്ട്. അന്തോണി ദാസ്, താങ്കൾ കേൾക്കാമോ? മൂന്നാറിൽ സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ഇന്ന് നടന്ന അനിശ്ചിതകാല പണിമുടക്കിൽ മൂന്നാറിൽ 90% തൊഴിലാളികളും ആ സമരത്തിന്റെ ഭാഗമായി പങ്കെടുത്തു. ഏതാനും കുറച്ച് സ്ത്രീ തൊഴിലാളികൾ മാത്രമാണ് വിട്ടുനിന്നതെന്നാണ് ഇരു യൂണിയനിലും പെട്ട അവരുടെ പ്രതിനിധികൾ ഈ ചർച്ചയിൽ അവകാശപ്പെട്ടത്. ശരിയാണോ? ഇല്ല സാറേ, അത് സത്യമല്ല സാറേ. സത്യം ഞങ്ങൾ ഒന്ന് പറയാം സാറേ. 12,000 തൊഴിലാളികളെ ഇന്ന് അവിടെ മൂന്നാറിലെ ഒരു പൊതുവെ വച്ചിരുന്നു 3 തൊഴിലും കൂടി അവിടെ ഒരു 1000 തൊഴിലാളി പോലും പങ്കെടുത്തോ സാറേ? ഒരു 200 പെൺതൊഴിലാളികൾ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല സാറേ. ഇവന്മാർ കള്ളന്മാരാ. ഈ 3 പേരും ടാറ്റയുടെയും KDHBയുടെയും ഔദാര്യം പറ്റി നടക്കുന്നവരാ. അതിനല്ല പാവപ്പെട്ട തൊഴിലാളി ഒരു പ്രശ്നം വേണ്ട. നമ്മൾ ന്യായമായ 3.5 ലക്ഷം തൊഴിലാളികൾ അവിടെ പണി മുടക്കുന്നുണ്ട്. കീഴിലുള്ള നേതാക്കൾ INTCയുടെയോ ANTCയുടെയോ CITയുടെയോ നേതാക്കൾ നല്ല നേതാക്കളാണ്. അവർ കാര്യങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ട് നമുക്ക് ഇതിലെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ വേണ്ട. ആൾക്കാർക്കുള്ള ഒരു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ ഈ അനിശ്ചിതകാല സമരത്തിനോടൊപ്പം നിൽക്കണമെന്ന് ആവശ്യപ്പെട്ട് അവരാരെങ്കിലും സമീപിച്ചിരുന്നോ? എവിടെ? ഈ സമരത്തെ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് അവര് ആരെങ്കിലും ഇവര് വീടായിട്ട് കയറി ഞങ്ങൾക്ക് പഞ്ചായത്ത് സീറ്റ് തരാ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം, നിങ്ങൾ എല്ലാം കൂടി ഇരിക്കുന്നു പറഞ്ഞ് ഇന്നും അവിടെ സബ് കമ്മിറ്റികൾ 3 പേരും ഭയങ്കര തിരക്കായിട്ട് ആൾക്കാരെ പേടിപ്പിച്ചു. കാട്ടിലെ പണിയെടുത്തവരെ ഒഴിച്ച് കൊണ്ടുവന്നു. അപ്പൊ ഒത്തിരി കുണ്ടന്മാരുണ്ട് ഇവിടെ. ഫീൽഡ് ഓഫീസറുടെയും മാനേജറുടെയും കൈക്കൂലിയായിട്ട് ജീവിക്കുന്ന സബ് കമ്മിറ്റികളൊക്കെ ഉണ്ട്. അവന്മാരെല്ലാം ചെയ്യുന്ന ആൾക്കാരെ പേടിപ്പിച്ച് നിർത്തിയതാ സാറേ. പിന്നെ ആൾക്കാരൊന്നും അങ്ങനെ ആത്മാർത്ഥമായിട്ട് അവിടെ ഇവർക്ക് കൂട്ടുകൂടിയിട്ടില്ല. ഇന്നും 95%, 97% ആൾക്കാർ ഇവർക്ക് വിരോധിയാണ്. ഇവർ കൂടെ ഇല്ല. കൂടെ ഉണ്ടെങ്കിൽ മൂന്നാറിൽ നടന്ന പൊതുയോഗത്തിൽ അവിടെ കാണുമല്ലോ. ഇവർക്കുണ്ടല്ലേ? അപ്പൊ എങ്ങനെ 1000 പെണ്ണുങ്ങൾ അവിടെ സമരത്തിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല സാറേ. ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാം അറിയോ സാറേ. BFിലെ ഞങ്ങളെ എല്ലാ ലോൺ എടുത്ത് ക്ലോസ് ആക്കി. BF ക്ലോസ്. നിങ്ങൾ നോക്കിയോ സാറിനെ ഞാൻ അന്വേഷിച്ച് നോക്കിയോ. അന്തോണി ദാസ് ഒന്ന് ടെലിഫോൺ ലൈനിൽ തുടരൂ. തോട്ടം മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത തൊഴിലാളി യൂണിയൻ നടത്തുന്ന അനിശ്ചിതകാല പണിമുടക്ക് ആത്മാർത്ഥമോ അമിതാവേശമോ? ഈ ചർച്ചയുടെ 2ാം ഘട്ടത്തിലേക്ക് വളരെ പെട്ടെന്ന് മടങ്ങി വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ തോട്ടം മേഖലയിൽ നടക്കുന്ന അനിശ്ചിതകാല പണിമുടക്ക് ആത്മാർത്ഥമോ അമിതാവേശമോ? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് AITUCയുടെ PK മൂർത്തി, INTUCയുടെ ഫിലിപ്പ് ജോസഫ്, തോട്ടം മേഖലയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ആധികാരികമായി പഠിച്ചിട്ടുള്ള ഡോക്ടർ രവി രാമൻ, ഒപ്പം തന്നെ മൂന്നാർ സമരസമിതിയുടെ അന്തോണി ദാസ് എന്നിവരാണ്. ശ്രീ PK മൂർത്തി, അന്തോണി ദാസ് പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ. 97% തൊഴിലാളികളും ഈ സമരത്തിൽ നിന്ന് വിട്ടുനിന്നു. പിന്നെ ബാക്കി അദ്ദേഹം ഉപയോഗിച്ച പദപ്രയോഗങ്ങളെല്ലാം താങ്കൾ കേട്ടല്ലോ. അല്ല, അതിപ്പോ എന്താ പറയാ, ഇപ്പോ ആര് പറയുന്നതാണ് വിശ്വസിക്കാന്ന് എനിക്കറിയില്ല. എന്തായാലും ചാനലുകൾ റിപ്പോർട്ട് ചെയ്തതും ഞാൻ അവിടെ വിളിച്ചന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വിവരവും അത് തന്നെയാണ്. പിന്നെ അന്തോണിദാസ് എന്താ പറയുന്നത് എനിക്കറിയാം. പിന്നെ അദ്ദേഹം പറഞ്ഞതിന് ഞാൻ മറുപടി പറയുന്നില്ല. അദ്ദേഹത്തിന്റെ വികാരം അദ്ദേഹം പറയായിരിക്കും, അത് പറയട്ടെ. അതിനൊക്കെ മറുപടി പറയാൻ ഞാനുള്ളതല്ല. പക്ഷേ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളെ അടച്ചാക്ഷേപിക്കുക എന്ന് പറയുന്നത് മര്യാദകേടാണ്. അത് ഒരു വല്ലാത്തൊരു ഒരു അസുഖം ബാധിച്ചവരുടെ ഒരു ലക്ഷണമാണെന്ന് എനിക്ക് തോന്നുന്നു. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശരി, ഞാൻ താങ്കളിലേക്ക്. അന്തോണിദാസ്, നിങ്ങളുടെ കുറഞ്ഞ വേതനം, മിനിമം വേജസ് കുറഞ്ഞ വേതനം 500 രൂപയാക്കണം എന്ന ആവശ്യം നിങ്ങൾക്കില്ലേ? ഒരു കാര്യം അവർക്ക് മറുപടി ഞാൻ പറയാ. സാർ പറഞ്ഞു ഏതോ നമുക്ക് മനപ്രയാസമോ ഇല്ല വ്യാധിയോ ഉണ്ടെന്ന്. സാറെ ഒന്ന് മനസ്സിലാക്കണം. ഞങ്ങളെ പറയുന്നത് ഇവിടെ ഉള്ള നേതാക്കൾ എന്തൊക്കെല്ലാം ചെയ്തു. 20 രൂപ ഇവിടെ സാറേ ഞങ്ങൾക്ക് ഇന്ന് വരെ തിരിച്ചു കിട്ടിയിട്ടില്ല. ഞങ്ങൾ മക്കൾക്കെല്ലാം 60,000 രൂപ കൊടുത്ത് ടാറ്റയുടെ ആശുപത്രിയില് ഞങ്ങൾ പ്രസവം നോക്കുന്നതാണ്. ഇവിടെ ഞങ്ങൾക്ക് യാതൊരു അടിസ്ഥാന സൗകര്യവും ഇല്ല.
അപ്പൊ ഇതുവരെയ്ക്ക് ഇവർ പറഞ്ഞത് എന്തോ ഈ ബോണസ് 10% ഉള്ളെന്ന് പറഞ്ഞു. ഇവര് മക്കൾക്കെല്ലാം ജോലിയുണ്ട്. അവരെല്ലാം ഒരു നേതാവ് ഇവിടെ ഒന്ന് അന്വേഷിച്ച് നോക്കേ. ഇവിടെ അന്വേഷിച്ച് നോക്കണം. ഇല്ലാതെ പറഞ്ഞു ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല. INTC യൂണിയനെ തള്ളി പറഞ്ഞിട്ടില്ല. ATC യൂണിയനെ തള്ളി പറഞ്ഞിട്ടില്ല. CH അതൊന്ന് മനസ്സിലാക്കണം. ഇവിടെ ഉള്ള നേതാക്കളെ കള്ളം പറഞ്ഞത്. അപ്പൊ അതൊക്കെ അവർ മനസ്സിലാക്കാതെ പറഞ്ഞറിയാലോ. നാളെ ഈസ്റ്റേഡ് 82 ഡിവിഷന് കൂട്ടിട്ട് പോവാ നേതാവ്. നാളെ വന്നേരെ ബഹുമാനപ്പെട്ട നേതാവാ ഞാൻ കൂട്ടിട്ട് പോവാ. വന്നിട്ട് ആൾക്കാരോട് നമ്മൾ നേരിട്ട് സംസാരിച്ച് അവിടെ എന്തെങ്കിലും പ്രശ്നം. അല്ല അന്തോണിദാസ്, ഇപ്പോൾ ഇവർ ഈ നടത്തുന്ന സമരമുണ്ടല്ലോ, ഈ സമരം നിങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് നിങ്ങൾക്ക് തോന്നാത്തത് എന്തുകൊണ്ടാണ്? സാറേ ഇപ്പൊ വന്നിട്ട് വിശ്വാസമില്ലല്ലോ ഇവർക്ക്. നമ്മൾക്ക് ഇതുവരക്കിട്ട് ഇവിടെ കാട്ടിലെ പണിയെടുത്ത് കൊടുക്കുന്ന മറിച്ച് കിടന്നവർക്ക് ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. ഇവിടെ കവാത്ത് മിഷൻ വെച്ചിട്ട് കവാത്ത് പ്രൂണിങ് ചെയ്തവർക്ക് കൈയും കാലും മുറിഞ്ഞിട്ട് ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. മിസ്സിന് വെച്ചിട്ട് 9-12 മണിക്കൂർ കത്തരിച്ച പെണ്ണും പിള്ളേരുടെ എലുമ്പെല്ലാം മുറിഞ്ഞുപോയി തേഞ്ഞുപോയി ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. ഈ ടാറ്റാവിടെ ഇന്ന് 12,000 തൊഴിലാളി ഉണ്ട്. 500 തൊഴിലാളിയെ ടെമ്പററി തൊഴിലാളി ഉണ്ട്. അത് പെർമനന്റ് ആക്കാൻ വേണ്ടി ഈ നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. ഇവർ ചർച്ചയിൽ പങ്കെടുത്ത നേതാക്കൾക്ക് അറിയില്ലല്ലോ. ഇറങ്ങി ചെയ്തിട്ടുണ്ടോ? ഇവർ 500 രൂപ കൊടുത്ത് തേനിയിൽ കൊണ്ട് അവിടെ അറസ്റ്റ് ആസ്പത്രിക്ക് കൊണ്ടോ അവിടെ ലക്ഷങ്ങൾ ചെലവഴിച്ചത് കടക്കണ്ണിലാണ്. PF ക്ലോസ് ആക്കി LSലെ ലോണാണ്, കുടുംബശ്രീ ലോണാണ്. എല്ലായിടത്തും കടക്കണ്ണിൽ മാറ്റി കിടന്ന് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് കൊണ്ട് കിടക്കുന്നു. പാവങ്ങൾക്ക് ഈ കണ്ണീർ അറിയുമോ? ഈ നേതാവ് സംസാരിക്കുന്ന CH നേതാവ് INTC നേതാവൊക്കെ അറിയുമോ? ഇവിടെ ഒന്ന് നോക്ക്. മുതൽ ആദ്യം ഒന്ന് പഠിച്ചു നോക്ക്. ഇവിടെ ആൾക്കാർക്ക് എന്താ പ്രശ്നമുണ്ട്. ഞങ്ങൾ ഏത് യൂണിയനും വേണ്ടെന്ന് പറഞ്ഞിട്ടില്ലോ. ഒരു പുതിയ യൂണിയൻ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഈ യൂണിയന്റെ നേതൃത്വം മാറണം. ഇവർ കള്ളന്മാർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഞങ്ങൾ ഏത് യൂണിയൻ അങ്ങനെ തള്ളി പറഞ്ഞിട്ടില്ല. അതൊന്ന് മനസ്സിലാക്കണോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരെ. ഞാൻ വരാം. ഫിലിപ്പ് ജോസഫ്, ഈ പറഞ്ഞതെല്ലാം യൂണിയൻ നേതൃത്വം എത്രത്തോളം അഴിമതിയിൽ വീണ് കിടക്കുന്നു എന്നാണ് അന്തോണിദാസിന്റെ ആക്ഷേപം. അതോടൊപ്പം തന്നെ ഈ നേതൃത്വത്തിൽ മാറ്റം ഉണ്ടാകണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നേതൃത്വത്തിൽ ഒരു അഴിച്ചുപണി വേണം, കൂടുതൽ സ്ത്രീ തൊഴിലാളികൾക്ക് പ്രാതിനിധ്യം ഉണ്ടാകണം എന്നൊക്കെ കൂടിയാണ് അന്തോണിദാസ് ഉദ്ദേശിക്കുന്നത്. ശ്രീ അന്തോണിദാസ് പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തൊഴിലാളി സംഘടനകൾ വേണം എന്ന് തന്നെയാണ് അന്തോണിദാസ് പറയുന്നത്. അന്തോണിദാസിന്റെ ചില വിഷമങ്ങളുണ്ട്. ഇപ്പോൾ ഇരിക്കുന്ന നേതൃത്വവുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളും അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ നടക്കാത്തതുമായിട്ടുള്ള ചില വിഷമതകൾ അന്തോണിദാസിനുണ്ട്. പക്ഷേ അന്തോണിദാസ് ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു, ഞങ്ങൾ യൂണിയനുകളെ തള്ളി പറയുന്നില്ല, ഞങ്ങളുടെ തൊഴിലാളികളുടെ വിഷമതകൾ പരിഹരിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം. അത് എല്ലാ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും പറയുന്ന കാര്യമാണ്, യൂണിയനുകളും പറയുന്ന കാര്യമാണ്. നേതൃത്വം മാറണം, അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ള. നേതൃത്വം മാറണം എന്ന് പറഞ്ഞു. നേതൃത്വം അങ്ങനെ ഒരു അന്തോണിദാസ് പറഞ്ഞാൽ ഉടനെ നേതൃത്വം മാറാൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ? നേതൃത്വം മാറണമെങ്കിൽ അതൊരു സംഘടനാപരമായ കാര്യമാണ്, ഒരു യൂണിയന്റെ സംഘടനാപരമായ കാര്യമാണ്. അത് യൂണിയന്റെ ജനറൽ ബോഡി വിളിച്ചുകൂട്ടി അവിടെ നേതൃത്വം മാറണമെന്നുണ്ടെങ്കിൽ ആ ജനറൽ ബോഡി എടുക്കേണ്ട ഒരു തീരുമാനമാണ് നേതൃത്വം മാറുന്നതിനെ സംബന്ധിച്ച്. അത് സംഘടനാപരമായ യൂണിയനുകളെ അന്തോണിദാസ് തള്ളി പറഞ്ഞില്ല. പക്ഷേ ഈ സമരം വിജയിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ ഒറ്റക്കെട്ടായി ഈ സമരത്തെ എതിർക്കുന്ന സ്ത്രീ തൊഴിലാളികളുടെ ഇടയിൽ അവരെ ഭീഷണിപ്പെടുത്തിയും മറ്റു തരത്തിൽ പല വാഗ്ദാനങ്ങൾ നൽകിയുമെല്ലാം ഈ സമരത്തിനൊപ്പം നിർത്താൻ വേണ്ടി ട്രേഡ് യൂണിയനുകൾ പരിശ്രമിച്ചു എന്ന് അന്തോണിദാസ് പറഞ്ഞു. താങ്കൾ ശ്രദ്ധിച്ചു കാണും. അല്ല, സ്വാഭാവികമായും സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ട്രേഡ് യൂണിയനുകൾ തങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ളവരോട് സമരത്തിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെടുമല്ലോ. അത് സ്വാഭാവികമാണല്ലോ. അത് അവിടുത്തെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ നടത്തിയിട്ടുണ്ടാവും. ഈ ട്രേഡ് യൂണിയനുകൾ മുന്നോട്ട് വെക്കുന്ന 500 രൂപ മിനിമം കൂലി എന്നുള്ള ആവശ്യം തൊഴിലാളികളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമകരമായ പ്രവർത്തനങ്ങൾ അവർ നടത്തിയിട്ടുണ്ടാവും. അതൊന്നും ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ശ്രീ അന്തോണിദാസ് പറഞ്ഞ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഒരു ട്രേഡ് യൂണിയനുകളെയും ഞങ്ങൾ തള്ളിപ്പറയുന്നില്ല. തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഹരിക്കണം. ബോണസിന്റെ വിഷയം വന്നു, 10% ബോണസ് വന്നപ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞു. അത് തൊഴിലാളി നേതാക്കന്മാർ കൂടുതൽ വാങ്ങിച്ചു കൊടുത്തില്ല എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട പരാതി. അത് ഗവൺമെന്റ് ഇടപെട്ട് ഇപ്പോൾ 20% ബോണസ് നേടിക്കൊടുക്കുകയും തൊഴിലാളികളുടെ മറ്റാവശ്യങ്ങളുണ്ട്. ഇപ്പം ലയത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, അതൊക്കെ വളരെ ന്യായമായ കാര്യങ്ങളാണ്. അവരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ നരകയാതന തന്നെയാണ്.
അതൊക്കെ മാറ്റപ്പെടേണ്ടത് തന്നെയാണ്. അവരുടെ ഡോക്ടർ രവിരാമൻ എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇത് അന്തോണിദാസ് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ഈ തൊഴിലാളികളുടെ ഈ നിത്യേനയുള്ള ജീവിത പ്രശ്നങ്ങൾ മനസ്സിലാക്കാനോ അത് ക്രിയാത്മകമായി ഇടപെടാനോ ട്രേഡ് യൂണിയനുകൾ തയ്യാറായില്ല. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു വന്നത് ഈ ട്രേഡ് യൂണിയൻ എന്ന ആശയത്തോടല്ല അവർക്ക് എതിർപ്പ്, മറിച്ച് അതിൻ്റെ പ്രവർത്തന ശൈലിയോടാണ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അതിനുള്ള മറുപടിയായിട്ടാണ് PK മൂർത്തിയും ഈ ഫിലിപ്പ് ജോസഫും ഇപ്പോൾ ഇവിടെ സംസാരിച്ചത്. അത്ര ആത്മാർത്ഥതയുണ്ട് താങ്കളുടെ മറുപടിയിൽ എങ്കിൽ എന്തുകൊണ്ട് നാളത്തെ മീറ്റിങ്ങിൽ അവരുടെ പ്രതിനിധികളെയും കൂടെ പങ്കെടുപ്പിച്ചുകൂടാ? അത് ഈ വ്യവസായിക ട്രേഡ് യൂണിയനുകൾക്ക് ആവശ്യപ്പെടാമല്ലോ. അതാണല്ലോ ജനാധിപത്യവൽക്കരണത്തിൻ്റെ പ്രാഥമിക രീതി എന്ന് പറയുന്നത്. ജനാധിപത്യം എന്ന് പറയുന്നത് വീണ്ടും ജനാധിപത്യവൽക്കരിക്കാനുള്ള സാധ്യതയെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. നാം ചെയ്യേണ്ടത്, യഥാർത്ഥത്തിൽ വ്യവസായിക ട്രേഡ് യൂണിയനുകൾ ചെയ്യേണ്ടത്, അന്തോണിദാസ് തന്നെ പറയുന്നുണ്ട്, അവരൊന്നും പ്രത്യേകിച്ച് അങ്ങനെ ട്രേഡ് യൂണിയനുകളിലൊന്നും പ്രത്യേകിച്ച് രൂപപ്പെടുകയോ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അവർ ട്രേഡ് യൂണിയനിൽ നിന്ന് മാറിപ്പോയതായിട്ടും എനിക്കറിയില്ല. വ്യവസായിക ട്രേഡ് യൂണിയനുകൾ ഈ വൈകിയ വേളയിലെങ്കിലും ചെയ്യേണ്ടത് അവരെ കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി ജാഗ്രത പാലിക്കുകയാണ് വേണ്ടത്, സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് വേണ്ടത്. അവർ സസന്തോഷം നാളത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്തരമൊരു സാധ്യതയില്ലേ? അല്ല, സാഹചര്യം എന്ന് പറഞ്ഞ പ്ലാന്റേഷൻ ലേബർ കമ്പനി സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ആ ബോഡിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട മാനേജ്മെന്റ് പ്രതിനിധികളും ട്രേഡ് യൂണിയൻ പ്രതിനിധികളുമാണ് സാധാരണ പങ്കെടുക്കാറ്. വേറെ അല്ലാത്ത ആളുകളെ പങ്കെടുപ്പിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കീഴ്വഴക്കമില്ല. അതാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, ഈ ട്രേഡ് യൂണിയൻ മൂന്നാറിൽ ട്രേഡ് യൂണിയൻ വേണം എന്ന് പറയുന്ന അന്തോണിദാസിന്റെ ആഗ്രഹത്തോട് നമുക്ക് എതിർപ്പൊന്നുമില്ല, വേണം. പക്ഷെ അവിടെ ചില ശൈലികൾ അവിടെ മാറണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അവിടെ ഇതിനിടയ്ക്ക് AITUCയുടെയും ഞാൻ മനസ്സിലാക്കുന്ന ANTUCയുടെയും എല്ലാം തന്നെ വിപുലമായ ജനറൽ ബോഡി യോഗങ്ങൾ ചേർന്നു. ആ ജനറൽ ബോഡി യോഗങ്ങൾക്ക് തന്നെ ധാരാളം സ്ത്രീ തൊഴിലാളികളടക്കം ആളുകൾ പങ്കെടുത്തതാണ്. അതിലൊരാളും ആവശ്യപ്പെട്ടില്ല ഈ ലീഡർഷിപ്പ് മാറണോ. അങ്ങനെ ഒരു ജനറൽ ബോഡി യോഗത്തിൽ ലീഡർഷിപ്പ് മാറണമെന്ന് ആവശ്യപ്പെടാത്തൊരു സാഹചര്യത്തിൽ അത് ഏകപക്ഷീയമായി മാറ്റാനുള്ള ഒരു മന്ത്രമൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പൊ അങ്ങനെ വിഷയമുണ്ടെങ്കിൽ അത് വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയും ആരുടെയെങ്കിലും ഭാഗത്തൊക്കെ വീഴ്ചകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുമ്പോട്ട് പോകാനുള്ള ശ്രമം നടത്തുകയും ചെയ്യും. തൊഴിലാളികളുടെ ജീവിതാവസ്ഥയിൽ മാറ്റം വരത്തക്ക രീതിയിലുള്ള ഇടപെടൽ നടത്താൻ ട്രേഡ് യൂണിയനുകൾക്ക് സാധിക്കട്ടെ. വളരെയധികം നന്ദി ശ്രീ PK മൂർത്തി, ശ്രീ ഫിലിപ്പ് ജോസഫ്, ഡോക്ടർ രവിരാമൻ, അന്തോണിദാസ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ഇതോടെ ഇന്നത്തെ സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.